2023-24 സാമ്പത്തിക വർഷത്തിന്റെ അഥവാ 2024-25 അസസ്മെന്റ് ഇയറിന്റെ ഇൻകം ടാക്സ് റിട്ടേൺസ് പിഴ കൂടാതെ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്നാണ് 2024 ജൂലൈ 31. പ്രത്യേകം ശ്രദ്ധിക്കുക, ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത അസസീസിന് മാത്രമാണ് ഈ ജൂലൈ 31 ഡ്യൂ ഡേറ്റ്. ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയവർക്ക് പിന്നീട് ഓഡിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും റിട്ടേൺസ് സമർപ്പിക്കേണ്ടത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വേഗം തന്നെ റിട്ടേൺസ് ഇതുവരെ ഫയൽ ചെയ്യാത്തവർ ഇൻകം ടാക്സിന്റെ ഈ ഫയലിംഗ് പോർട്ടലിൽ നിങ്ങളുടെ റിട്ടേൺസ് സമർപ്പിക്കേണ്ടതാണ്. ഇനി ഈ ഡ്യൂ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കുന്നതാണ്. 2024 ഡിസംബർ 31 വരെ നിങ്ങൾക്ക് പിഴയോടുകൂടി റിട്ടേൺസ് സമർപ്പിക്കാം. ഇങ്ങനെ നിങ്ങൾ ലേറ്റ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സെക്ഷൻ 234F ഒരു ലേറ്റ് ഫയലിംഗ് ഫീ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ സെക്ഷൻ 234A ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നതാണ്. ഇത് 1% പെർ മന്ത് ആയിരിക്കും. നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ടാക്സ് എമൗണ്ടിന്റെ മുകളിലായിരിക്കും നിങ്ങൾക്ക് ഫയൽ ചെയ്യേണ്ടത്. ഓൾറെഡി TDSഉം അഡ്വാൻസ് ടാക്സും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കി പേയബിൾ ആയിട്ടുള്ള ടാക്സിന്റെ മുകളിലായിരിക്കും 1% ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ലേറ്റ് ഫയലിങ്ങിന് വേണ്ടി ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അഥവാ നിങ്ങൾ ലേറ്റ് ആയി പോയെങ്കിലും ഈ ഡിസംബർ 31 മുമ്പ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് തന്നെയാണ് ഉചിതം. കാരണം റിട്ടേൺ ഫയൽ ചെയ്യാത്ത പക്ഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളുടെ മുകളിൽ പിഴ ചുമത്താനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ആരൊക്കെയാണ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്നാലും ബേസിക് ആയിട്ട് ഐഡിയ തരുവാണെങ്കിൽ ടാക്സബിൾ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെയുള്ളവർ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഇതുവരെ ഫയൽ ചെയ്ത റിട്ടേൺസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒമിഷൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കേസസിൽ നിങ്ങൾക്ക് റിട്ടേൺ റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി റിവൈസ് ചെയ്യാനുള്ള ഡേറ്റും 2024 ഡിസംബർ 31 വരെ ആയിരിക്കും. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, എല്ലാവരും വേഗം തന്നെ, എത്ര ലേറ്റ് ആയോ ഒന്നും ശ്രദ്ധിക്കേണ്ട, വേഗം തന്നെ ഇൻകം ടാക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പോർട്ടലിൽ പോവുക, അവനവൻ്റെ റിട്ടേൺസിൻ്റെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യുക. താങ്ക് യു.